ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മാളൂസ് കോർണറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഡ്രൈ ആൻഡ് ഫ്രിസി ഹെയറിനുള്ള ഹെയർ കണ്ടീഷണറായിട്ടാണ്. ഡ്രൈ ആൻഡ് ഫ്രിസി ഹെയറിന് മാത്രമല്ല കേട്ടോ, നോർമലായിട്ട് ഉള്ള എല്ലാ ഹെയറിനും യൂസ് ചെയ്യാൻ പറ്റിയ ഹോം മെയ്ഡ് ഹെയർ കണ്ടീഷണർ കം സെറം എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം. കാരണം കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മുടി ഉണങ്ങുന്നതിന് മുടി ഒരു പകുതിയൊക്കെ ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും, ഇതിപ്പോൾ എൻ്റെ മുടി അങ്ങനെയാണ് കേട്ടോ, കുളിച്ച് കഴിഞ്ഞിട്ട് ഒരു പകുതി ഉണങ്ങിയ മുടിയാണിത്. ഇങ്ങനത്തെ മുടിയിൽ നമുക്ക് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങ് വിട്ടിരുന്നാൽ മതി. അങ്ങനെയുള്ള ഒരു കണ്ടീഷണർ കം സെറം ആണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. 1-2 കമൻറ്റ്സ് എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഹെയർ പാക്കിൻ്റെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും, സോഫ്റ്റ് ടേണിങ് ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണ് ഇട്ടത്. അത് ഞാനിവിടെ മുകളിൽ ഐക്കാർട്ടിൽ കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസും ഐക്കാർട്ടിൽ കൊടുക്കാം. അപ്പോൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കയറി കണ്ടോളൂ. ഹെയർ സ്മൂത്താകാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണത്. ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണത്. അപ്പോൾ ഇത് ആ ഹെയർ കണ്ടീഷണറാണ്. ഞാനത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വീഡിയോയിൽ കാണിക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഹെയർ സെറം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അലോവേര ജെല്ലാണ്. ഇതിപ്പോൾ ഗ്രീൻ കളറാണ്. നിങ്ങളുടെ കയ്യിൽ വൈറ്റ് ആയാലും കുഴപ്പമില്ല. അലോവേര ജെല്ല് എടുത്തിട്ടുണ്ട്. ഈ അലോവേര ജെല്ല് നമ്മുടെ സ്കാൽപ്പിലുള്ള ഡ്രൈ സ്കിന്ന്, അതുപോലെ തന്നെ ഡെഡ് സ്കിൻസിനെ ഒക്കെ മാറ്റിയിട്ട് നമ്മുടെ ഹെയർ ഉണ്ടല്ലോ, ഹെയർ റൂട്ട്സ് നല്ല സ്മൂത്തായിട്ടും സോഫ്റ്റായിട്ടും വളർന്നു വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ രണ്ടാമത് എടുത്തിരിക്കുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. അപ്പോൾ മുൻപത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാകും. കാരണം ഞാൻ എന്ത് DIY ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും, അത് സ്കിൻ കെയറിനായാലും ഹെയർ കെയറിനായാലും ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോഴത്തേക്കും ഞാനതിൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ബെനിഫിറ്റ്സ് ഹെയറിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. വളർന്നു വരുന്ന പുതിയ മുടികൾ നല്ല സോഫ്റ്റായിട്ടും ഹെൽത്തി ആയിട്ടും സ്മൂത്തായിട്ടും വളർന്നു വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് റോസ് വാട്ടർ. ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചതായാലും ഉപയോഗിക്കാൻ കുഴപ്പമില്ല. ഞാൻ ഈ റോസ് വാട്ടർ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോയുടെ അത് ഐക്കാട്ടി കൊടുക്കാം കേട്ടോ. പിന്നെ എടുത്തേക്കുന്നത് ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിൽ വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ്സും അതുപോലെ തന്നെ ഇപ്പോൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായാലും ഒക്കെ ബെസ്റ്റാണ് ഒലിവ് ഓയിൽ. അപ്പോൾ ഇത് നമ്മുടെ ഹെയർ നല്ല സ്ട്രോങ് ആൻഡ് ഷൈനി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നല്ല ഷൈനിങ്ങോടെയും ഹെൽത്തായിട്ടും നല്ല തിക്കായിട്ടും വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒലിവ് ഓയിൽ. ഇനി നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ആൽമണ്ട് ഓയിലുണ്ടല്ലോ, ബദാം ഓയിൽ, അതായാലും എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ മിക്സ് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ഗ്രീൻ കളറ്, ഒരു ചെറിയ വൈറ്റിഷ് ഗ്രീൻ കളറിലാണ് കിട്ടുന്നത് നമുക്ക് ഈ ഒരു മിക്സ് കിട്ടുന്നത്. ഇനി ഇതിന് നമുക്കൊരു സ്പ്രേ ബോട്ടിലിനകത്താക്കിയിട്ട് 15 മുതൽ 20 ദിവസം വരെ ഉപയോഗിക്കാം കേട്ടോ. അതിൽ കൂടുതലും നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ അതിന് മുന്നേ നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കും. അങ്ങനെ വച്ചിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കാം. ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ഡ്രൈ ഹെയറിലും അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ബെറ്ററായിട്ട് ഞാൻ പറയുന്നത്, കുളിച്ച് കഴിഞ്ഞിട്ട് പകുതി ഉണങ്ങിയ മുടിയുണ്ടല്ലോ, ഇതിപ്പോൾ എൻ്റെ മുടി അങ്ങനത്തെയാണ് കേട്ടോ. കുളിച്ച് കഴിഞ്ഞ് പകുതി ഉണങ്ങിയ മുടിയാണിത്. ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടും സ്മൂത്തായിട്ടും വളർന്നു വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ സെറമാണിത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എന്തായാലും 2-3 കമൻറ്റ് എനിക്ക് വന്നായിരുന്നു, ഇതുപോലെ ഡ്രൈ ആൻഡ് ഫ്രിസി ഹെയറിനുള്ള സെറം ചെയ്യാവോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. നമ്മുടെ മുടി ഇങ്ങനെ ഒരുമാതിരി ചകിരി നാര് പോലെയൊക്കെ ഇരിക്കത്തില്ലേ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണിത്. പിന്നെ ഞാൻ കഴിഞ്ഞ വട്ടത്തെ ഹെയർ സ്മൂത്തനിങ്ങിൻ്റെ വീഡിയോസിന് നിങ്ങളെല്ലാവരും ഒരുപാട് സപ്പോർട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ കുറച്ച് കമൻറ്റ്സ്, 1-2 കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. കമൻറ്റ്സിലൂടെയും അതുപോലെ തന്നെ വാട്സാപ്പിലൂടെയൊക്കെ 1-2 ചോദ്യം ഉണ്ടായിരുന്നു. അതായത് തേങ്ങാപ്പാലിന് പകരം തേങ്ങാപ്പാൽ തന്നെ ഉപയോഗിക്കണം, അതിന് പകരം എന്തെങ്കിലും ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചിട്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു പാക്കിലുണ്ടായിരുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തേങ്ങാപ്പാലാണ്. അതായത് ആ ഹെയർ പാക്കിലുണ്ടായിരുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തേങ്ങാപ്പാലാണ്. ഇനി നിങ്ങൾക്ക് തേങ്ങാപ്പാൽ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് വേറൊരു ഹെയർ സ്മൂത്തനിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. നമ്മൾ പുറത്തുനിന്നൊക്കെ ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് വീട്ടിൽ തന്നെ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക.
അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി പറയുന്നു. ഇനിയും ഇതുപോലുള്ള ഹെയർ ടിപ്സും അതുപോലെ തന്നെ സ്കിൻ കെയർ ടിപ്സും ഒക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.